രാഷ്ട്രീയ കേരളത്തിന്റെ പിരിമുറുക്കമേറ്റിയ ഉപതെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് തുടങ്ങും. പാലക്കാടും ചേലക്കരയും ആദ്യ റൗണ്ട് തന്നെ നിർണായകമാണ്. നാളെ രാവിലെ 5 മണി മുതൽ ന്യൂസ് മലയാളത്തിൽ സമഗ്രമായ കവറേജ് ഉണ്ടാകും. 3 മണ്ഡലങ്ങളിൽ നിന്നും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസ്, ചേലക്കരയിൽ നിന്ന് ലെവിൻ കെ വിജയൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം വയനാട്ടിലേക്ക് പോയാൽ ലിജോ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതാണ് വലിയ ചർച്ച. അത് കുറഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മാഭിമാന പ്രശ്നമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഭൂരിപക്ഷം ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്താണ് അവസാന നിമിഷം കോൺഗ്രസ് ക്യാമ്പിന്റെ, UDF ക്യാമ്പിന്റെ പ്രതീക്ഷ? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ 65% ഇത്തവണത്തെ പോളിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവുമെന്നുള്ള ആശങ്ക UDF കേന്ദ്രങ്ങളിലുണ്ട്. കഴിഞ്ഞ തവണ 72% ആയിരുന്നു പോളിംഗ്. ആ സമയത്താണ് 3,26,000 എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതിന് തൊട്ട് മുൻപത്തതിനേക്കാൾ കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും ഭൂരിപക്ഷം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. എങ്കിൽ പോലും ഒരു 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും UDF കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നത്. ഏറ്റവും പ്രധാനമായി വയനാട്ടിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനമായും സുൽത്താൻ ബത്തേരിയിലും അതോടൊപ്പം തന്നെ മാനന്തവാടിയിലും ഒരു കുറെ കൂടി ശക്തമായ മത്സരം, അതായത് ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ BJPക്കും വളരെ നിർണായകമായ സ്വാധീനം ഈ മേഖലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് 1,40,000 അവരുടെ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ BJPയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1,40,000 വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വോട്ട് ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJP നിലനിർത്തി പോരുന്നത്. സമാനമായി തന്നെ സത്യൻ മൊഗേരി ആണ് ഇത്തവണ CPIയുടെ സ്ഥാനാർത്ഥിയായത്. 2014 ശേഷം 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നത്. അങ്ങനെ വരുമ്പോൾ 2024 ആനി രാജ, CPIയുടെ ദേശീയ നേതാവ് കൂടിയായ ആനി രാജ മത്സരിക്കുമ്പോൾ 2,80,000 പരം വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. അത്രത്തോളം വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണം CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിൽ ഉള്ള ആളുകളുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം ശക്തമായിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിൽ ഏതാണ്ട് 2.25 ലക്ഷത്തിലേക്കും 2.25 ലക്ഷത്തിന് ഇടയിലേക്ക് അവരുടെ വോട്ടിംഗ്, അവർക്ക് കിട്ടാനുള്ള വോട്ട് അത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 2.25 ലക്ഷവും അതോടൊപ്പം തന്നെ BJPയുടെ വോട്ടും വന്നതിന് ശേഷം ബാക്കിയുള്ള വോട്ടുകൾ കോൺഗ്രസിന് പോൾ ചെയ്യപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം 5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ള പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രചാരണം, അത് ഈ വലിയ തരത്തിൽ തിരിച്ചടിയായോ എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിന് കാരണം 5 ലക്ഷം ഭൂരിപക്ഷം വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുള്ളൊരു ചിന്ത വോട്ടർമാർക്കിടയിൽ ഉണ്ടാവാൻ കാരണമായെന്നും അതുകൊണ്ട് തന്നെ അവർ വോട്ടിങ്ങിന് പലരും എത്തിയിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ ഏതായാലും UDF കേന്ദ്രത്തിലുണ്ട്. താഴേക്ക് പോവുകയാണെങ്കിൽ തിരുവമ്പാടി നിയമസഭാ മണ്ഡലം, കോഴിക്കോട് മണ്ഡലത്തിലെ തിരുവമ്പാടി നിയമസഭാ മണ്ഡലവും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ, നിലമ്പൂർ, വണ്ടൂർ തുടങ്ങിയിട്ടുള്ള 3, ഏറനാട് അടക്കം 3 നിയമസഭാ മണ്ഡലങ്ങളിലും കുറെ കൂടി ശക്തമായി വരാൻ, അല്ലെങ്കിൽ UDFന് കുറെ കൂടി വോട്ട് ലഭിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2.25 മുതൽ 3.5 ലക്ഷം വരെ ഭൂരിപക്ഷം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങളുടെയും പ്രതീക്ഷ. അതിന് മുകളിൽ പോയാൽ വലിയ ആശ്വാസം എന്ന നിലക്ക് അവരെല്ലാം കാണുകയും ചെയ്യുന്നു. ലക്ഷ്മി പത്മ സൂചിപ്പിച്ച പോലെ തന്നെ 3 ലക്ഷത്തിലും താഴെയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വരികയാണെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കൾ, UDF മൊത്തം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം പ്രിയങ്ക ഗാന്ധി എന്നുള്ള നേതാവ് അവർ ദേശീയ തലത്തിൽ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി വരുന്ന ഒരു സമയത്ത് ഇത്രത്തോളം മോശമായൊരു പ്രകടനം അവർക്ക് ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ച് അത് കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ മോശമായി തന്നെ വിലയിരുത്തപ്പെടും. പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ തന്നെ ഉയർത്തി കാണിക്കാവുന്ന രാഹുൽ ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് മറ്റൊരു നേതാവ് എന്ന നിലയിലാണ് പ്രിയങ്ക ഗാന്ധി അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നേതാവിന് 3 ലക്ഷത്തിലും താഴെ ഭൂരിപക്ഷം, അതും UDFന്റെ കുത്തക മണ്ഡലമായ, എല്ലാ കാലത്തും UDFന് വലിയ പ്രതീക്ഷയുള്ള, ആരെ നിർത്തിയാലും ജയിപ്പിക്കാം
മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടിംഗ് അതായത് ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതായാലും രാവിലെ 8 മണിക്ക് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 9:30 ഒരു ലീഡ് നില മനസ്സിലാക്കാൻ കഴിയും. അത് ആദ്യത്തെ ട്രെൻഡുകൾ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെയുള്ള ഈ 7 മണ്ഡലങ്ങളിലെയും വോട്ടുകൾ 14 ടേബിളുകളായി ആണ് എണ്ണുക. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള ഒരു പോളിംഗ് രീതി ഏത് തരത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ശതമാന കണക്കുകൾ മുമ്പോട്ട് പോകുന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി. ലിജോ വർഗീസാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഗതി നിയന്ത്രിച്ചത് പാലക്കാട് തന്നെയായിരുന്നു. ചേലക്കരയിലെയും വയനാട്ടിലെയും കാര്യങ്ങൾ കൂടി നിശ്ചയിക്കുന്നത് പാലക്കാടായിരുന്നു എന്ന് തന്നെ ആ പ്രചരണ രംഗം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വളരെ സവിശേഷമായ പോരാട്ടം നടന്ന പാലക്കാട്ടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവസാന നിമിഷവും 3 മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് ക്യാമറകൾക്ക് മുന്നിൽ നമ്മൾ കാണുന്നത്. ക്യാമറകൾക്ക് പിന്നിലെ അവസ്ഥ എന്താണ്? ഒപ്പം നാളത്തെ ജനവിധി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പാലക്കാട് നമ്മൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ലക്ഷ്മി, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ട്രെൻഡ്, അതായത് അതിൻ്റെ ഒരു സൂചന വ്യക്തമാകും എന്നുള്ളതാണ്. അതായത് പാലക്കാട് ആദ്യം എണ്ണുക ഒന്നാം റൗണ്ടിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. BJP അവകാശപ്പെടുന്നത് പോലെ വലിയ തോതിൽ ഒരു വോട്ട് വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഒരു BJPക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ 2 ബൂത്തുകൾ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളാണ് ആദ്യം എണ്ണുക. അതിൽ 1ഉം 2ഉം ബൂത്തുകൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അവിടെ ലീഡ് ചെയ്യുന്നതാണ്. ഈ ശ്രീധരൻ ഒരു തരംഗം പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഒരു തരംഗം ഉണ്ടാക്കിയപ്പോൾ പോലും അവിടെ 1ഉം 2ഉം ബൂത്തുകളിൽ UDF ലീഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് UDFന് പ്രതീക്ഷ നൽകാം. അതോടൊപ്പം തന്നെ കൽപ്പാത്തി ഉൾപ്പെടുന്ന പ്രദേശമാണ് ആദ്യത്തെ റൗണ്ട് വരുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവിടെ വോട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ആ മേഖലയിൽ നിന്നും വോട്ട് വർദ്ധിച്ചാൽ അത് LDFനും പ്രതീക്ഷ വെക്കാം എന്നുള്ളതാണ് ആദ്യ റൗണ്ടിലെ ഒരു പ്രത്യേകത എന്നുള്ളത്. അതായത് 3 മുന്നണികൾക്കും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫലം എങ്ങോട്ട് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള സൂചന ആ പാർട്ടികൾക്ക് ആദ്യ റൗണ്ടിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ 3 സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. ഏറ്റവും ഒടുവിൽ സരിനും വലിയ തോതിൽ വിജയിക്കുമെന്ന്, നഗരസഭയ്ക്കകത്ത് പോലും വലിയ ലീഡുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സരിൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു പൊതു വിലയിരുത്തലിൽ UDFന് തന്നെയാണ് മേൽക്കൈ എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം UDFന്റെ പ്രധാനപ്പെട്ട പാലക്കാട് നഗരസഭയ്ക്ക് പുറത്തുള്ള പിരായിരി, മാത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം തന്നെ UDFന് വലിയ തോതിൽ വോട്ടുള്ളതാണ്. അതിൽ വലിയ തോതിലുള്ള ഒരു അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ, അതായത് നമ്മളൊന്നും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ അടിയൊഴുക്കോ എതിർപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തിരിച്ചടി നേരിടുകയുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്ക് പുറത്ത് അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടന്ന 2021 ഏറ്റവും ശക്തമായ മത്സരത്തിലാണെങ്കിലും നഗരസഭയ്ക്കകത്ത് ലീഡുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. പക്ഷേ ആ കുറവ് ഇത്തവണ പഞ്ചായത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ പിരായിരിയിലും മാത്തൂരിലുമാണ് പ്രതീക്ഷ വെക്കുന്നത്. അവർ 2 പഞ്ചായത്തിൽ നിന്നും BJPക്ക് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നഗരസഭയ്ക്കകത്ത് നിന്ന് തന്നെയാണ് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടേണ്ടത്. കണ്ണാടിയിലും മാത്തൂരിലും അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ സ്വാഭാവികമായും അവർക്കൊരു വോട്ട് വർധനവ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. എന്തായാലും 3 പേരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ വെക്കുമ്പോൾ പോലും നമുക്ക് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ അത് എങ്ങോട്ടാണ് ആ കാറ്റ്, പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചന ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. നമ്മളും ഈ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 8:30 തന്നെ കൃത്യമായ വിവരങ്ങൾ വന്നു തുടങ്ങും. അത് ഏറ്റവും ആദ്യം പ്രേക്ഷകരിലെത്തിക്കാൻ നമ്മളും ഇവിടെ സജ്ജമാണ്. ആദ്യ റൗണ്ടിൽ തന്നെ കാര്യങ്ങൾ എങ്ങോട്ടാണ് എന്നറിയാം എന്നാണ് പ്രസാദ് പറയുന്നത്. പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് എന്ന് ഏതാണ്ട് 9 മണിയോടെയൊക്കെ കൂടി തന്നെ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചേലക്കരയിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാണ് ഇത്തവണ നടന്നത്. രമ്യ ഹരിദാസ് വന്നതോടുകൂടി, ഒപ്പം അൻവറിന്റെ സ്ഥാനാർത്ഥി എത്തിയതോടുകൂടി അവിടെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇടതുപക്ഷവും UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് നമ്മൾ കണ്ടു. ഈ തലേ ദിവസം നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ, മുന്നണികളുടെ പ്രതീക്ഷകൾ അവിടെ?
ലക്ഷ്മി, ചേലക്കരയുടെ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത വിധത്തിലുള്ള ഏറ്റവും ശക്തമായ ഉപതെരഞ്ഞെടുപ്പ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ മുന്നണികളെ സംബന്ധിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള വാശിയും വീറുമാണ് ഈ പോരാട്ടത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ചേലക്കരയുടെ ചരിത്രം നമുക്കറിയാം, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രമ്യ ഹരിദാസും UR പ്രദീപും തന്നെ സ്ഥാനാർത്ഥികളാകുമെന്ന് ഏറെക്കുറെ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നണികൾ സംവിധാനങ്ങൾ ഒരുക്കിയത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിൻ്റെ എല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള വിധിപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. മണ്ഡലത്തെ സംബന്ധിച്ചുകൊണ്ട് സജീവമായ പ്രതീക്ഷകളാണ് ഇരു മുന്നണികളും വെച്ച് പുലർത്തുന്നത്. BJPക്കും പ്രതീക്ഷകൾ ഒട്ടും കുറവില്ലെങ്കിലും BJP ഒരുപക്ഷെ അപ്രസക്തമായി മാറിയേക്കാമെന്നുള്ള വിലയിരുത്തലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായി BJP ഈ തെരഞ്ഞെടുപ്പിൽ ചില വോട്ട് വർധനമുണ്ടാക്കുമെങ്കിലും വിജയിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രകടനം BJP ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളൊരു വ്യക്തിപരമായ വിലയിരുത്തൽ ഞാൻ നോക്കിക്കാണുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ തന്നെ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ ഇരു മുന്നണികൾക്കുമായിട്ടുണ്ട്. LDF വികസന നേട്ടങ്ങളുടെ തുടർച്ച പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് നടത്തിയതെങ്കിൽ ഭരണത്തിൻ്റെ പോരായ്മകളും ഭരണവിരുദ്ധ വികാരവും ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ക്യാമ്പയിനാണ് UDF നടത്തിയത്. അതെല്ലാം സ്ഥാനാർത്ഥികൾ രണ്ടുപേരും മണ്ഡലത്തിന് സുപരിചിതരായ സ്ഥാനാർത്ഥികളാണ്. MPയും MLAയുമായിരുന്ന UR പ്രദീപും രമ്യ ഹരിദാസും മണ്ഡലത്തിലുടനീളം ഓടി നടന്നുകൊണ്ട് പ്രത്യേകമായ കേന്ദ്രങ്ങൾ, സാമുദായിക വിഭാഗങ്ങളെയൊക്കെ കണ്ട് പരിചയം പുതുക്കി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിധിയെഴുത്തിന് ശേഷം കനത്ത പോളിംഗ് തന്നെ, ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ വലിയ പോളിംഗ് തന്നെയാണ്. 72.77% എന്നുള്ളത് അത് മണ്ഡലത്തിൽ രേഖപ്പെടുത്തി. മണ്ഡലത്തിലെ 9 പഞ്ചായത്തിലും 72 മുതൽ 75% വരെ പോളിംഗ് രേഖപ്പെടുത്തി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് വിലയിരുത്തി മുന്നണികൾ. അതിനുശേഷം കൂട്ടിക്കുറിക്കലുകളിലേക്ക് കടന്നു, റിവ്യൂ മീറ്റിങ്ങുകളിലേക്ക് കടന്നു. ഏറ്റവും ഒടുവിൽ LDFും UDFും വിജയസാധ്യതകൾ കണക്കുകൂട്ടിയത് LDFിൻ്റെ നേതൃത്വം, AKG സെന്റർ വരെയുള്ള നേതൃത്വം ഔദ്യോഗികമായി കണക്കുകൂട്ടിയിരിക്കുന്നത് മണ്ഡലത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് പരമാവധി 18,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥിക്ക് നേടാം. 10,000 മുതൽ 18,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ കണക്കുകളും പിന്നെയും പുറകോട്ട് പോയാൽ, അല്ലെങ്കിൽ പിന്നെയും കൂട്ടിക്കിഴിച്ചാൽ ഏറ്റവും അവസാനവും LDF വിലയിരുത്തുന്നത് 7,000 മുതൽ 10,000 വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനാകുമെന്ന് തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കണക്കുകളെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ ഒരുപക്ഷെ അത് സാങ്കേതികത്വം മാത്രമാകും. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ ലഭിക്കുന്നത് ഒരു 5,000 മുതലുള്ള 7,000 വരെ അല്ലെങ്കിൽ 10,000 വരെ ഒരു വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം UR പ്രദീപിന് നേടാനാകുമെന്ന് തന്നെ ഇപ്പോഴും LDF കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മറുവശത്ത് UDF കണക്ക് കൂട്ടുന്നത്, കണക്കുകൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്, കുറഞ്ഞത് 5,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് പറയുമ്പോഴും ഏറ്റവും അവസാനം UDF കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ സാധിക്കുക 1,000 മുതൽ 3,000 വരെ വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ LDF അവരുടെ കോട്ട ചേലക്കരയിൽ നിലനിർത്തുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഒപ്പം രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് നൽകിയ ആത്മവിശ്വാസം, അതിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുന്ന പങ്ക്, K ബാലകൃഷ്ണൻ എന്ന NDA സ്ഥാനാർത്ഥി എന്താകും അവിടെ കാഴ്ചവെക്കുക, ഇതൊക്കെ ചേലക്കരയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ലെവിൻ K വിജയനാണ് ചേലക്കരയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.